ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കരച്ചിൽ കേട്ടാൽ ഒരു മരണ വീട്ടിൽ എങ്ങനെയാണോ പാട്ടുപാടി കരയുന്നത് അതുപോലെയാണ് ഇവരുടെ കരച്ചിൽ. ഇവിടെ ഒഡീഷയിലെ സ്ത്രീകൾ, അതായത് അമ്മമാരെയും അവരൊക്കെ കൂടി കരയുന്നൊരു കരച്ചിൽ. എന്ത് കരച്ചിലായിരുന്നു. ലാസ്റ്റ് പിടിച്ച് വലിച്ചിട്ടൊക്കെയാണ് പെണ്ണിനെ കൊണ്ടുപോയത്. നൈറ്റ് എന്ന് പറയുന്നത് നമ്മളവിടെ 4 നൈറ്റാണ്. അപ്പോൾ ഞാൻ ഒരു പരിപാടി കൂടിയുണ്ട് ശനിയാഴ്ച. ഈ കരച്ചിൽ കണ്ടോ നിങ്ങൾ? പെണ്ണിൻ്റെ അമ്മയാണ്, പെണ്ണിനെ വിടുന്നേ ഇല്ല. എന്ത് കരച്ചിലായിരുന്നു. ലാസ്റ്റ് പിടിച്ച് വലിച്ചിട്ടൊക്കെയാണ് പെണ്ണിനെ കൊണ്ടുപോയത്. അപ്പോൾ കണ്ടല്ലോ ഇവരുടെ കരച്ചിൽ. ഇത് വിഷ്വൽ കാണിച്ചിട്ട് ഞാൻ റെക്കോർഡ് ഇട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഗൗരവം മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാനത് കേൾപ്പിച്ച് തന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കരച്ചിൽ കേട്ടാൽ ഒരു മരണ വീട്ടിൽ എങ്ങനെയാണോ പാട്ടുപാടി കരയുന്നത് അതുപോലെയാണ് ഇവരുടെ കരച്ചിൽ. ഇവിടെ ഒഡീഷയിലെ സ്ത്രീകൾ, അതായത് അമ്മമാരെയും അമ്മയുടെ അമ്മ, അമ്മയുടെ അനിയത്തിമാർ, അവരൊക്കെ കൂടി കരയുന്നൊരു കരച്ചിൽ. ദൈവമേ, ഞാൻ വിചാരിച്ച് ഇത്രയ്ക്കൊക്കെ കരയണോ? പക്ഷേ ഞാൻ ഈ കല്യാണത്തിനല്ല, ഒഡീഷയിലുള്ള പല കല്യാണങ്ങൾക്കും ഞാൻ ഇതുപോലത്തെ കരച്ചിൽ കണ്ടിട്ടുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ അവർ ഒരു പെൺകുട്ടീനെ കെട്ടിച്ച് വിടുമ്പോൾ മരിച്ച് പിണ്ടം വെച്ച് വിടുന്നത് പോലെയാണ്. ഇത് സത്യമായ കാര്യമാണ്. കാരണം ഇനി ഈ കുടുംബമായിട്ട് ഒരു ബന്ധമില്ല. ഇനി ആ പെൺകുട്ടി വീട്ടിലേക്ക് വരുന്നത് ഒരു വിരുന്നുകാരിയെ പോലെ, വന്നാലായി ഇല്ലേലില്ല, അങ്ങനെയൊക്കെയാണ്. ഇനി പെൺകുട്ടിക്ക് എന്ത് വന്നാലും എല്ലാം സഹിച്ച് ഭർത്താവിൻ്റെ അവിടെ കഴിഞ്ഞെന്നാണ്. ഈ കരയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വ്യക്തമായിട്ട് എഴുതിയിടാം, നിങ്ങൾ വായിച്ചു നോക്കൂ. കണ്ടല്ലോ പെണ്ണിനെ യാത്ര അയച്ചപ്പോഴുള്ള കരച്ചിൽ.
അപ്പം നമ്മൾ വീടെത്തി രാത്രി 10 മണിയൊക്കെ ആയി. അപ്പോൾ വെൽക്കം എന്നൊക്കെ പെങ്ങൾ എല്ലാം റെഡിയാക്കി പൂവുണ്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ചെക്കനും പെണ്ണിൻ്റെയും കാറെത്തി. നമ്മളും അവർ മാത്രമേ ഉണ്ടായിരുള്ളൂ, ബാക്കിയുള്ള ഫാമിലീസ് എല്ലാം വന്നിരുന്നു. അപ്പോൾ ഇതാ വെൽക്കം ചെയ്ത് പെണ്ണിനെ എനിക്ക് കയറ്റുകയാണ്. കാറിൽ നിന്ന് ഇറക്കിയിട്ട് നാത്തൂന് കാല് കഴുകി, പെങ്കൊച്ചിൻ്റെ കാല് കഴുകി ഇതാ വരുമ്പോൾ ഇവിടെ ആരതി ഒഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ശംഖൂതലും കുരവിയിടലൊക്കെ ഉണ്ട്. ഇനി ഇതാ കാറിൽ നിന്ന് ഇറക്കിയിട്ട് ഉള്ളിലേക്ക് കയറ്റണം. അത് പെങ്ങളാണ് കൂട്ടിയിട്ട് വരുന്നത്. പെങ്ങളും ഏടത്തിയമ്മയും കൂടിയിട്ടാണ് കൂട്ടിയിട്ട് വരേണ്ടത്. അപ്പോൾ അതാ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കാല് കഴുകിയിട്ടാണ് ഉള്ളിലേക്ക് കയറ്റുന്നത്. അപ്പോൾ വിളക്കൊക്കെ പിടിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും, എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാ എൻ്റെ അച്ഛൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നാത്തൂൻ തന്നെ ഇറക്കുകയാണ്. അപ്പോൾ എന്നോട് പറയുന്നുണ്ട് നീ ഇറക്കുന്നത്. അപ്പോൾ എൻ്റെ മൊബൈൽ വേറൊരാളുടെ മൊബൈലിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. എൻ്റെ മൊബൈലെല്ലാം സ്റ്റോറേജ് ഫുള്ളായി. അതാണ് കുറച്ച് ക്ലാരിറ്റി കുറവും, പിന്നെ ആൾക്കാരെല്ലാം അവിടെ കൂടി നിൽക്കുന്നുണ്ട്, ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ പെണ്ണിനെ ഇറക്കി നമ്മുടെ മോളൂട്ടി പൂവൊക്കെ എടുത്ത് പിടിച്ചിരിക്കുന്നുണ്ട്. ഇതാ ഈ മുകളിൽ ഇങ്ങനെ മുണ്ട് വിരിക്കണം, ഇങ്ങനെ കയറി വരുമ്പോൾ അത് ചെയ്യുന്നുണ്ട്. ഇതാ ലിപ്പീൻ്റെ മോള് ഫ്ലവറൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് മുരുടയിൽ അരിയൊക്കെ വെച്ചിട്ടുണ്ടാവും, അത് കാലും കൊണ്ട് ഇങ്ങനെ തട്ടിയിട്ടിട്ട് ഉളത്ത വെള്ളത്തിൽ കാലൊക്കെ ചവിട്ടിയിട്ട് വേണം വരാൻ. കണ്ടോ, മുണ്ടിങ്ങനെ പൊന്തിച്ച് വെച്ചിട്ട് ഇത് ആരതിയൊക്കെ ഒഴിഞ്ഞ്, ഇളയ കുഞ്ഞമ്മ ആരതിയൊക്കെ ഒഴിഞ്ഞ് ഇതാ പെണ്ണിനെ കയറ്റുകയാണ് ഉള്ളിലേക്ക്. ഇതാ കണ്ടോ. ഇനി ഇതാ ഞാൻ കാണിച്ചു തരാം. ഇവിടെ മുരുടയിൽ അരിയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പെങ്ങൾ നാത്തൂന് ഞങ്ങൾ വരുമ്പോഴേക്കെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. കല്യാണം കഴിയുന്നവരെ ഞങ്ങൾ ഇരുന്നായിരുന്നു, ബാക്കി എല്ലാ ഫാമിലിയും വന്നിരുന്നു നേരത്തെ. അതാ ഇപ്പം മുരുടയിൽ ഇങ്ങനെ അവർ മറിഞ്ഞു വെക്കുന്നതുകൊണ്ട് എനിക്കത് ശരിക്കും വ്യക്തമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ മുരുട ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടണം. നമ്മൾ മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലെ. അതാ ഇനി അളത്ത കാലിലിട്ടിട്ട് ഇങ്ങനെ ആ മുണ്ടിൻ്റെ പുറത്ത് കാല് വെച്ചിട്ട് പോകണം. ഇതാ കണ്ടോ, ഈ മുരുടയിലുള്ള അരി ഇങ്ങനെ കാല് കൊണ്ട് തട്ടിയിട്ട് ഈ അളത്താൽ കാല് വെച്ച് പാദചിഹ്നം അതിങ്ങനെ അവിടെ വെച്ചിട്ട് പോകണം. ലക്ഷ്മി ദേവി കയറി വന്നു എന്നുള്ള അർത്ഥത്തിലാണ് ആ പാദചിഹ്നം കാണിക്കുന്നത്. ഇനി നേരെ പോകുന്നത് നമ്മളെ പൂജാ റൂമിലേക്കാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു അടിപൊളിയൊരു സംഭവമുണ്ട്. ഇതാ കണ്ടോ, പെണ്ണിന് അങ്ങനെ നിങ്ങൾ ചുമ്മാ അകത്തേക്ക് കയറ്റൊന്നുമില്ല കേട്ടോ, കോല ഇട്ടുകൊണ്ട് കയറി വരണം എന്നാണ്. അപ്പോൾ അതാ പെങ്ങൾ ഓടിപ്പോയി കോല എടുക്കാൻ പോയിട്ടോ. അതാ പോവുകയാണ്. ഇനി കോല എടുത്തിട്ട് വന്നിട്ട് കോല ഇട്ടുകൊണ്ട് വേണം കയറാൻ. അങ്ങനെ ചുമ്മാ കയറാനൊന്നും പാടില്ല. ഇതെല്ലാം നോർത്തിലെ കല്യാണങ്ങൾക്കുള്ള പ്രത്യേകതയാണ്. കണ്ടോ, ഇനി കോലം ഇട്ടുകൊണ്ട് വേണം പെൺകുട്ടി കയറാൻ. അങ്ങനെ നല്ല ഇത് ഇടണമെന്നല്ല, ചുമ്മാ അത് ആ ചടങ്ങിന് വേണ്ടിയിട്ടൊന്ന് ചെയ്യണം. അത് പെൺകുട്ടിയുടെ ഇനി ഈ വീട്ടിലെ എല്ലാ കോലങ്ങളും ഇടേണ്ട ആളാണല്ലോ. അപ്പോൾ ആ ഒരു ചടങ്ങ് അവർ ചെയ്യണം. അതാ 2 കൈയും കൊണ്ട് പാവം പെൺകുട്ടിയാണ് ഇത്രയും ഹോമവും വ്രതമൊക്കെ എടുത്ത് ക്ഷീണം പിടിച്ച് തീരെ വയ്യ. പിന്നെ ഈ സാരിയും ഒക്കെ ഉടുത്ത് ഭയങ്കര ചൂടും ആകെ കൈ നിറയെ വളയും പൂമാലയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ടയർഡാണ്. ആ കൊച്ചിനെ ആവുന്നേ ഇല്ലായിരുന്നു. ഇതാ കൈ മുക്കിയിട്ട് ഇങ്ങനെ വെറുതെ ചുമ്മാ ഒന്നിങ്ങനെ കാണിച്ചാൽ മതി. എല്ലാ ഡോറിൻ്റെ ഫ്രണ്ടിലും കാണിക്കണം. അപ്പോൾ അതാ ചെയ്ത് ഇതാ പൂജാ റൂമിൻ്റെ അവിടെയും അങ്ങനെ കൈ കൊണ്ട് കോലം വരച്ചിട്ട് ഇനി പൂജാ റൂമിലേക്ക് വന്നിട്ട് 2 പേരും അവിടെ നമസ്കരിക്കണം. ഇതിൻ്റെ ഇടയിൽ ഈ കുരവേടലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇത് പൂജാ റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ ഇടുകയാണേ. 2 കൈ കൊണ്ട് ഇട്ടിട്ട് അവർ ആ കെട്ടിയില്ലേ, ആ കെട്ട് ഇപ്പോഴും ഉണ്ട്. ആ ഭർത്താവ് ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് വരുന്ന പോലെ വരുന്നുണ്ട് ബാക്കിൽ തന്നെ. ഇവിടെ നമസ്കരിച്ചിട്ട് പിന്നെ ഇവിടെ അതാ കണ്ടോ കെട്ട് വരുന്നത്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമസ്കരിക്കണം 2 പേരും. കല്യാണം ഇതാ കണ്ടോ, ആ കെട്ട് കണ്ടോ, അതങ്ങനെ വലിച്ചുകൊണ്ട് വരുന്ന പോലെ ആ കെട്ട് കൂടെ തന്നെ ഉണ്ട്. ഇവിടെ അത് ഷാളും പെണ്ണിൻ്റെ ഷാളും ഈ ഷാളും കൂടി അഴിച്ചൊരു മുറത്തിൽ വെക്കണം. ഇനി കെട്ടഴിക്കുന്നൊരു ചടങ്ങുണ്ട്, അന്ന് ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴൊന്നും അതിൻ്റെ കെട്ടഴിക്കില്ല. ഇതാ കണ്ടോ വാല് പോലെ കെട്ട്. ഇനി ഇതിവിടെ 2 പേരും നമസ്കരിച്ച് കഴിഞ്ഞാൽ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി നമ്മൾ പെണ്ണിൻ്റെ എല്ലാം അഴിച്ച് മാറ്റണം. പെണ്ണിനെ വേറൊരു സാരി ഉടുപ്പിച്ച് ഒന്ന് റെഡിയാക്കണം. ആ കെട്ട് കണ്ടോ. ഇനിയിപ്പോൾ ഈ ഷാളൊക്കെ ഇത് ഇവിടെ മാറ്റി വെച്ചാലേ ഇവർക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. കണ്ടോ, ഈ കെട്ട് കൂടിയുള്ള കാരണം പെൺകുട്ടിക്കായിക്കോട്ടെ ചെക്കനായിക്കോട്ടെ ബാത്റൂമിലൊന്നും പോകാനോ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറാൻ പറ്റുമോ? ഈ കെട്ട് അവിടെ ഊരി വെച്ചാലല്ലേ. അപ്പോൾ ഈ ചടങ്ങ് കഴിയാതെ ഊരാനും പാടില്ല. ഇത് ഇവിടെ വെച്ചിട്ട് ഊരണം എന്നാണ്.
അപ്പോൾ കുഞ്ഞമ്മ എല്ലാം അഴിച്ചു കൊടുക്കുകയാണ്, മുടിയിൽ കെട്ടിയതും ആ ഷാളും ഒക്കെ നെറ്റില്ലേ തലയിലിട്ടുള്ള അതും എല്ലാം അഴിച്ച് ആ വളയും ഒക്കെ പൂമാലയും ഒക്കെ അഴിച്ച്, വളയും നൂറാൻ പാടില്ല കേട്ടോ, വള അത്രയും ഇടണം. പിന്നെ ഇന്ന് കല്യാണത്തിൻ്റെ ആ ദിവസമല്ലേ, വളയൊന്നും നൂറാൻ പാടില്ല. ബാക്കി എല്ലാ സാധനങ്ങളും ഊരി വെച്ചിട്ട് വേറൊരു സാരി ഉടുപ്പിച്ച്, നമ്മളവിടുത്തെ പോലെ നൈറ്റിയോ ചുരിദാറോ ഒന്നും ഇടാൻ പാടില്ല, സാരി തന്നെ ഉടുക്കണം. ഭക്ഷണം കഴിച്ചിട്ട് വന്നതാണല്ലോ, രാത്രി 10 മണിയായി. അപ്പോൾ വെള്ളമൊക്കെ കൊടുത്ത് കഴിച്ചിട്ട് ഇവർ രണ്ട് റൂമിലാണ് കിടക്കുക. ഇന്നല്ല ഫസ്റ്റ് നൈറ്റ്. ഓക്കെ, അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. ഇന്നിപ്പോൾ പെങ്ങളെ കൂടെയും പെങ്ങളെ അമ്മേൻ്റെയും കൂടിയാണ് പെണ്ണ് കിടക്കുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. ഹൈപ്പ് ഓപ്ഷൻ വന്നാൽ ഹൈപ്പ് ഒന്ന് നിൽക്കണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ചിരിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോകളൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അതെല്ലാം ഒരു ചടങ്ങാണ്. 4ാമത്തെ ദിവസമാണ് ഇവർ ഒന്നിച്ച് കിടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്ന് നല്ല റെസ്റ്റ് എടുത്ത് നാളെ ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ദിവസമാണ് നമ്മളെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസമാണ് ഇവരുടെ ഫസ്റ്റ് നൈറ്റ് അല്ല, ഇവിടെ 4 നൈറ്റാണ്. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കല്യാണ പരിപാടി കഴിഞ്ഞ് തിരിച്ചിപ്പോൾ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. ഇതാ ഞാൻ അവിടെ നിന്ന് കൊടുത്ത്, ഇതെൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന് കൊടുത്ത പട്ട് സാരിയാണ്. അപ്പോൾ നമ്മൾ കല്യാണ പരിപാടി കഴിഞ്ഞ് ചെക്കനും പെണ്ണും അവിടെ നമസ്കരിക്കുന്നത് കണ്ട് അവർ ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോ ചടങ്ങ് പരിപാടിയൊക്കെ ആയിട്ട് ആകെ ടയേർഡാണ്. പരിപാടി വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇനി വെള്ളിയാഴ്ച പോയിട്ട് അവിടുത്തെ ബാക്കി വിശേഷങ്ങൾ കൂടി കാണാം. എന്നിട്ടും പരിപാടി കഴിഞ്ഞില്ല. വെള്ളിയാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശനിയാഴ്ച ഞങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത് നമ്മളവിടെ 4 നൈറ്റാണ്. അപ്പോൾ ഞാൻ ഒരു പരിപാടി കൂടി ഉണ്ട് ശനിയാഴ്ച. നാളെ ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് മറ്റന്നാൾ നമ്മുടെ റിസപ്ഷനാണ്. പിന്നെ ആ വീഡിയോയിൽ കാണാം കേട്ടോ.